ഈശോയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഈ കഴിഞ്ഞ ദിവസം കടന്നുപോയത്. അഭിമന്യ പിതാവ് പരിശുദ്ധ ലിയോ 14 പാപ്പ ഏറെ സ്നേഹത്തോടുകൂടെ തൻ്റെ സഹോദര്യം, തൻ്റെ സൗഹൃദം പങ്കുവയ്ക്കുവാനായിട്ട് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലേക്ക് ഒരിക്കൽ കൂടി അദ്ദേഹം കടന്നു വരികയാണ്. പ്രത്യേകിച്ചും ഇന്നലെ അദ്ദേഹം വരാനായിട്ടുള്ള പ്രധാന കാരണം ഇപ്പോഴത്തെ പ്രയർ ജനറൽ അദ്ദേഹത്തിൻ്റെ 70ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന ആ ഒരു സമയത്ത് ഇവിടെ റോമിലുള്ള അഗസ്റ്റീനിയൻ സഹോദരങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ഏറെയധികം സമയം അദ്ദേഹം ചെലവഴിക്കുകയുണ്ടായി. വളരെ തിരക്ക് നിറഞ്ഞ തൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പാപ്പയുടെ ഓരോ പ്രോഗ്രാംസ് കേൾക്കുമ്പോൾ ഞായറാഴ്ച അത് രാവിലെ തന്നെ ആരംഭിച്ച ഒരു കുർബാന, പരിശുദ്ധ കുർബാന, വളരെ നീണ്ട ഒരു കുർബാനയ്ക്ക് ശേഷമാണ് പാപ്പ വരുന്നത്. അതിനുശേഷവും നിരവധി പ്രോഗ്രാംസ് പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. എങ്കിലും വളരെയധികം സമയം ഒട്ടും വിശ്രമമില്ലാതെ തന്നെ ഞങ്ങളോടൊപ്പം അഗസ്റ്റീനിയൻ സഹോദര്യം പങ്കുവയ്ക്കുവാനായിട്ട് അദ്ദേഹം കാണിക്കുന്ന ആ ഒരു ത്യാഗ മനസ്സിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ചും ആ ഒരു സഹോദര്യം, വിശുദ്ധ അഗസ്റ്റിനോസിനെ കുറിച്ച് അദ്ദേഹം എപ്പോഴും പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്നലത്തെ പ്രഭാഷണത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു കാര്യം വളരെയധികം ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു വാക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ സന്യാസ സമൂഹത്തിലെ സഹോദരങ്ങളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ചും ഒരു പാപ്പയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വിശുദ്ധൻ്റെ ആ ഒരു ആത്മീയതയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അതിനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം എന്നാണ് പാപ്പ പറഞ്ഞത്. വിശുദ്ധ അഗസ്റ്റിനോസ് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ദൈവോന്മുഖമായിട്ട് ഒരു ഹൃദയത്തോടും ഒരു ആത്മാവോടും കൂടെ മുന്നേറാനായിട്ടുള്ള ഒരു ആഹ്വാനം പാപ്പ വീണ്ടും നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ കാണുന്നത് പോലെ അത്രമാത്രം തീഷ്ണതയോടുകൂടെ പറയുന്നത് എന്തോ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു വ്യക്തി, അത്രയധികം ആത്മാർത്ഥതയുള്ള ആ ഒരു വ്യക്തിത്വത്തെ അടുത്ത് അറിയുവാനായിട്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ജൂൺ 1 തീയതി 2025 ജൂൺ മാസം 1 തീയതി പാപ്പ ഈ ഒരു കൂട്ടായ്മയിൽ കടന്നു വന്ന് ഏറെ സമയം ചെലവഴിക്കുകയും വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം പാപ്പയുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ത്യയിലെ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ ഓരോ സഹോദരങ്ങളുടെയും അന്വേഷണം പാപ്പയെ അറിയിക്കുകയും പ്രത്യേകിച്ചും നമ്മൾ പാപ്പയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയുടെ ആശംസകൾ ജൂൺ മാസം 8 തീയതിയിലെ ആശംസകൾ അറിയിക്കുകയും അതിനോടൊപ്പം പാപ്പയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും ആശംസകൾ അറിയിക്കുകയും അതിനോടുകൂടെ ഒരു ചെറിയൊരു ജപമാല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ ജപമാല, അജാത ശിശുക്കൾക്ക് വേണ്ടി അർപ്പിക്കുന്ന ഒരു ജപമാല പാപ്പയുടെ കയ്യിൽ നിന്ന് ആശീർവദിച്ച് വാങ്ങിക്കാനായിട്ടും ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി. വളരെയധികം സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ഓരോരുത്തരോടൊപ്പം പാപ്പ സമയം ചെലവഴിക്കുകയും ഒരു സഹോദരനെ പോലെ, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പാപ്പ നിലകൊള്ളുകയും ചെയ്തതിനെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹൃദയത്തിൽ